ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് ഫിലിം എവർ എന്ന ടാഗ്ലൈനോടെ വരാൻ പോകുന്ന നമിത് മൽഹോത്രയുടെ രാമായണ എന്ന ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏകദേശം 4000 കോടി രൂപയാണ്. ആ ബഡ്ജറ്റ് കാരണം പടം പൊട്ടാൻ പോകുമെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. അത് പറയുന്നതിന് മുന്നേ നിങ്ങൾ രാമായണ എന്ന ഫിലിം എന്താണെന്നറിയണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു 2 പാർട്ട് മൂവിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഈ വർഷം, അതായത് 2026 ദിവാലിയിലാണ് റിലീസാകുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് രാമായണ പാർട്ട് 2 എന്ന് പറയുന്ന സിനിമ 2027, അതായത് അടുത്ത വർഷം ദിവാലിക്കാണ് റിലീസാകാൻ പോകുന്നത്, November 27. ഈ ഒരു പടത്തിൽ ലോർഡ് രാമയായിട്ട് വരാൻ പോകുന്ന നമ്മുടെ രൺബീർ കപൂറാണ് ഗൈസ്. പുള്ളിക്കാരൻ അവസാനം ചെയ്ത 2 പടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മാസ്ത്ര, ആനിമൽ ഒക്കെയാണ് ഗൈസ്. പിന്നെ സായി പല്ലവിയാണ് ഇതിൻ്റെ അകത്ത് സീതയായിട്ട് വരുന്നത്. യെസ് ഗൈസ്, സീത പല്ലവി. പിന്നെ നമ്മുടെ റോക്കിംഗ് സ്റ്റാർ യാഷ് ആണ് ഇതിൻ്റെ അകത്ത് വില്ലനായിട്ട് വരുന്നത്, അതായത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം രാവണൻ ഗൈസ്. ഓക്കെ, അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇതിൻ്റെ അകത്തെ കോ പ്രൊഡ്യൂസറിൽ ഒരാളാണ് ഈ യാഷ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ ആ പടം 2 പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ, KGF പിന്നെ KGF Chapter 2. അത് മാത്രമല്ല, പുള്ളിക്കാരൻ ഇനി ഒരു അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന പടമുണ്ട്, അതാണ് ടോക്സിക്. അതിനെക്കുറിച്ച് ഞാൻ മിണ്ടാൻ നിൽക്കുന്നില്ല ഗൈസ്. എന്തായാലും സണ്ണി ഡിയോളിൻ്റെ ഒരു ക്യാമിയോ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് അടുത്ത പാർട്ടിലാണ് ഹനുമാനായിട്ട് വരുന്നത്. ഈ പാർട്ടിൽ സണ്ണി ഡിയോളിനെ കാണിക്കുന്നില്ല. അവരുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ മെയിൻ ഉദ്ദേശം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ രാമൻ്റെ ജനനം, രാമൻ്റെ ജീവിതം, രാമൻ്റെ സീതയുടെ അതിമനോഹരമായ പ്രണയം, അവരുടെ കല്യാണം, രാവണൻ്റെ സീതയെ തട്ടിക്കൊണ്ടുപോയാൽ, പിന്നെ ജഡായുവിൻ്റെ ഇൻ്റർവ്യൂ, പിന്നെ വാർ തുടങ്ങുന്നു. അവിടം വരെയാണ് രാമായണ ഫസ്റ്റ് പാർട്ട്. ഇനി അടുത്ത വർഷം രാമായണ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ വാർ തുടങ്ങുന്നു, വാർ അവസാനിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഹനുമാനെയൊക്കെ കാണിക്കും ഗൈസ്. അപ്പോഴത്തേക്ക് ഈ ഒരു പടത്തിൻ്റെ പ്രൊഡ്യൂസർ, അതായത് ഈ പടത്തിന് വേണ്ടി 4000 കോടി മുടക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നമിത് മൽഹോത്രയാണ്. പുള്ളിക്കാരൻ ഇതിനു മുന്നേ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ രൺബീർ കപൂറിൻ്റെ തന്നെ ബ്രഹ്മാസ്ത്ര ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ദ ഗാർഫീൽഡ് മൂവി എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവിയും പുള്ളിക്കാരൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പുള്ളിക്കാരൻ്റെ ഒരു വിഷൻ എന്താണെന്ന് വെച്ചാൽ ഈ രാമായണം എന്ന് പറഞ്ഞ ഒരു എപ്പിക് കൺസെപ്റ്റ്, അതായത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആ ഒരു ഏൻഷ്യൻ്റ് എപ്പിക്കിനെ അങ്ങ് ഗ്ലോബലി, അതായത് വേൾഡ് ഫുള്ള് പരത്തുക എന്നാണ്. പലർക്കും അറിയത്തില്ല ഇതൊക്കെ എന്താണ്. ഓൾറെഡി നമ്മുടെ RRR ഒക്കെ കൊണ്ടുപോയി കൊളുത്തിയ പടമാണ് ഗൈസ്. അതായത് അമേരിക്കയിലും ജപ്പാനിൽ നിന്നും ഒക്കെ അത്യാവശ്യം നല്ല കളക്ഷൻ നേടിയൊരു പടമായിരുന്നു RRR. അത് ഈ ഒരു 1000 കോടിക്കകത്ത് ഒതുങ്ങുന്നത് തന്നെയാണ് ഗൈസ്. ആൻഡ് നമ്മുടെ നമിത് മൽഹോത്ര, അതായത് ഈ ഒരു പടത്തിൻ്റെ പ്രൊഡ്യൂസർക്ക് ഒരു VFX കമ്പനിയും കൂടിയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ പ്രൈം ഫോക്കസ് വേൾഡ്. അതാണ് ഈ ഒരു പടത്തിനും VFX ചെയ്യുന്നത്. അതേതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മാസ്ത്ര. പിന്നത്തെ പടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഡ്യൂണിന് പുള്ളിക്കാരനാണ് ഈ ഒരു ഡ്യൂൺ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് പടത്തിന് പുള്ളിക്കാരനാണ് VFX കൊടുത്തിരിക്കുന്നത്, പുള്ളിക്കാരൻ്റെ കമ്പനി. പിന്നെ ഇൻ്റർസ്റ്റെല്ലാർ, അതുകൂടെ കേട്ടപ്പോഴത്തേക്കും എൻ്റെ ചങ്ക് തിളച്ചു പോയി ഗൈസ്. ഓക്കെ, എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഇന്ത്യൻ സിനിമ ഇത്രയും വന്നെന്നറിയുമ്പോഴത്തേക്കും. ഇൻ്റർസ്റ്റെല്ലാറിലെ മീമാണ് ഇപ്പോൾ കൊടുത്തത്. പിന്നെ ഈ പടത്തിൻ്റെ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ നിതേഷ് തിവാരിയാണ്. പുള്ളിക്കാരൻ നേരത്തെ ചെയ്ത പടങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഡെങ്കൽ, പിന്നെ ചിച്ചോരി ഒക്കെയാണ്. പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആരാണെന്ന് ചോദിച്ചാൽ ശ്രീധർ രാഘവനാണ്. പുള്ളിക്കാരൻ നേരത്തെ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ വാറും പിന്നെ ഋത്തിക് റോഷൻ്റെ ഒക്കെ പട്ടാനും ഒക്കെയാണ് ഗൈസ്. തിരിഞ്ഞു പോയോ? പിന്നെ എനിക്ക് സന്തോഷമായ നിമിഷങ്ങൾ, അതായത് എൻ്റെ കണ്ണുകൾ വളരെ നന്നായിട്ട് നിറഞ്ഞ നിമിഷങ്ങൾ, അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഇതിൻ്റെ മ്യൂസിക് പാർട്ടിന് തന്നെ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മ്യൂസിക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ലെജൻഡ് മ്യൂസീഷ്യനായ, അതായത് AR റഹ്മാനാണ്. പുള്ളിക്കാരൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് അങ്ങ് ഹോളിവുഡിൽ നിറക്കിയ നല്ല ബ്രീഡാണ് ഗൈസ്, അതായത് ഹാൻസ് സമ്മർ. പുള്ളിക്കാരൻ ഇതിനു മുന്നേ നേരത്തെ ചെയ്ത പടങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? നമ്മുടെ ഇൻ്റർസ്റ്റെല്ലാർ, കുൻഫു പാണ്ട, ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ, അതേപോലെ തന്നെ മാൻ ഓഫ് സ്റ്റീൽ, ഇതൊക്കെ ഇറക്കി ഗൈസ്. പിന്നെ AR റഹ്മാൻ നേരത്തെ ചെയ്ത പടങ്ങളാണ് ഗോട്ട് ലൈഫ്. പിന്നെ നമ്മുടെ രൺബീർ കപൂറിനാണ് ഏ ദിൽ ഹെ മുഷ്കിൽ. മടുത്തോ ഗൈസ്? അപ്പം ഇതൊക്കെയാണ് ഈ ഒരു പടത്തിൻ്റെ ആ ഒരു മോർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് IMDbയിൽ പോയാൽ ഇതിലും കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. സത്യത്തിൽ പ്രൊഡ്യൂസേഴ്സൊക്കെ കൂടുതലുണ്ട്. ഇനി ഈ ഒരു പടം പൊട്ടുമോയെന്ന് ഞാൻ പറഞ്ഞത്, അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 4000 കോടിയാണ്. വാ തള്ളിപ്പോയെന്ന് എല്ലാവർക്കും അറിയാം ഗൈസ്. ഓക്കെ, അവതരണം പോലുമല്ലോ ഇത്രയും ബഡ്ജറ്റ്. അപ്പോഴത്തേക്ക് അതിന് കാരണം ഒരു പടം ഹിറ്റാവണമെങ്കിൽ ഇപ്പോൾ എന്താ വേണ്ടത്? അവർക്ക് ലാഭം കിട്ടണമെങ്കിലോ, അതായത് നമ്മുടെ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടണം. അങ്ങനെ നോക്കിയപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടം ഏതാ? നമ്മുടെ അമീർ ഖാൻ്റെ ഡെങ്കൽ. അത് ഏകദേശം 2000 കോടിയാണ് നേടിയത്. ഇപ്പം 4000 കോടി ബഡ്ജറ്റുള്ള ഈ ഒരു പടം വിജയിക്കണമെങ്കിൽ ഏകദേശം 4500 5000 കോടി വരെ നേടണം. ഈ പടം ഒരു മാസീവ് ഹിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ആവണമെങ്കിൽ ഏകദേശം ഒരു 5500 അല്ലെങ്കിൽ ഒരു 6000 കോടിയെങ്കിലും നേടണം ഈ ഒരു പടം ബ്ലോക്ക് ബസ്റ്റർ ആവണമെങ്കിൽ. അത് നമ്മുടെ ഇന്ത്യയുടെ മാർക്കറ്റിംഗ് വാല്യൂയും തിയേറ്റർ നെറ്റ്വർക്കും ഒക്കെ കൊണ്ട് പറ്റുമോയെന്ന് എനിക്ക് അറിയാൻ മേല ഗൈസ്. ഓക്കെ, അത് പോസിബിൾ ആണോ എന്ന് അറിയാൻ മേല. എങ്കിൽ രാമായണ പോലുള്ള എപ്പിക്ക് ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങൾക്കും അറിയാവുന്നതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ജപ്പാനും ഒക്കെ കൂടുതൽ കളക്ഷൻ കിട്ടിയേക്കാം. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത്
മാത്രമല്ല ബാക്കിയുള്ളവരുടെ ആഗ്രഹം. അത് കൂടെ പോരാണ്ട് ഈ നിതേഷ് തിവാരിയുടെയും നമിത് മൽഹോത്രയുടെ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും ആഗ്രഹം.